കൊല്ലത്താണ്. എന്തൊരു ചെയ്തു ചെയ്തു ഞാനിവിടെ ബാക്കി ഉച്ചയോടുണ്ട്. നിങ്ങളുടെ കത്തിച്ചു. ശരി ശരി, അത് കഴിഞ്ഞ് സെപ്പറേറ്റ് കൊടുക്കാം. പ്രശാന്ത് ഞാനും ടീച്ചേട്ടനും ബിജുപാല് പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തെ പ്രത്യേകിച്ച് പ്രവർത്തിക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ. Directors. ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു കേട്ടോ. മതിയാ? റെഡി. കൈ ഒന്ന് മാറ്റിക്കോ. റെഡി. റെഡി.
ഓക്കെ. ഗ്രൂപ്പ് ഫോട്ടോ എല്ലാവരും ഏറ്റവും ആദരണീയനായ അച്ഛൻ, ഇതിൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ സജി ആൻഡ് ആൻ, പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ജഗദീഷ് ചേട്ടൻ, ഇന്ദ്രൻസ് ചേട്ടൻ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ്, 2 യുവമിഥുനങ്ങളാണ്. എല്ലാവർക്കും നമസ്കാരം. ഉത്സവവും ഫഹദും ചേർന്ന് ചെയ്യുന്ന ഈ സിനിമ ആദ്യം കഥ കേട്ടപ്പോൾ ചില സിനിമകളുടെ കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡെസ്റ്റിനി നമുക്ക് മനസ്സിലാവും. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി വേറെ, പക്ഷെ എന്നാൽ പോലും ആ കഥ പറയുമ്പോൾ തന്നെ അവരുടെ ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള നെറേഷൻ, അതുപോലെ അവർ കൺവിക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് ധാരാളമുള്ള ഒരു ധാരണ. ബഹുമാനപ്പെട്ട അച്ഛനും ഗുരുജനങ്ങൾക്കും പ്രിയമുള്ളവർക്കും എല്ലാവർക്കും നമസ്കാരം. ഇത് ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിൻ്റെ പ്രൊഡക്ഷൻ നമ്പർ 8 ആണ്. ഇത് ഉത്സവവും ഫഹദും ചേർന്ന് സംവിധാനം ചെയ്യുന്നു. അവർ തന്നെയാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. ഒരു നല്ല പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ ശ്രീമതി ആനും സജിയും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവരൊരു വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത്. കാരണം ചെറുപ്പക്കാർ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലമുണ്ട്. ഈ സ്ക്രിപ്റ്റ് തന്നെ നിരവധി വർഷങ്ങളെടുത്ത് എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്. ഇത് വായിച്ച് കേൾപ്പിക്കാനായിട്ട് എന്നെ സമീപിച്ചപ്പോൾ തന്നെ ഞാൻ അവർക്ക് എൻ്റെ അഭിപ്രായമൊന്നും രേഖപ്പെടുത്താനല്ല, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് നീങ്ങിക്കോളൂ, ഇതിനകത്ത് വളരെ നല്ല ഒരു കോണ്ടൻറ്റ് ഉണ്ട്, ഇതിനകത്ത് നല്ലൊരു കലാസൃഷ്ടിയാക്കി കൂട്ടായി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും. ഇതൊരു എന്താ പറയുക, ഒരു കൊച്ചു പ്രോജക്റ്റ് ആണെങ്കിലും ഇതൊരു വലിയ പ്രോജക്റ്റായി വിജയത്തിൻ്റെ കാര്യത്തിൽ മാറട്ടെ എന്ന് ഞാൻ ചേർന്ന് എല്ലാവർക്കും നന്ദിയുണ്ട്. ഒരു ലോങ് ജേണി ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. പക്ഷെ കറക്റ്റ് ടൈമിൽ ഞങ്ങൾക്ക് ഒരു പ്രൊഡക്ഷനെ കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ. അത് എത്തിച്ചേർന്ന ഒരു ഡെസ്റ്റിനി ആയിരിക്കാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് വളരെ കംഫർട്ടായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കിട്ടി. എന്നും ഈ പടത്തിൻ്റെ ഒപ്പം ജഗദീഷ് ഏട്ടനും പ്രശാന്ത് ഏട്ടനും ഇന്ദ്രൻസ് ഏട്ടനും നിന്നിട്ടുണ്ട്. അത് ഓരോ ടൈമിൽ ഈ പടം നമ്മൾ ഓണാക്കുന്ന സമയത്തും ഇവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും അതേപോലെ നമുക്ക് പേപ്പർ വർക്കും ഞങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് എക്സിക്യൂഷൻ നന്നാവും, അത് ഞങ്ങളുടെ ഒരു വാക്കാണ്. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു വലിയ പ്രാർത്ഥനയിൽ നിന്നുണ്ടായ ഒരു സിനിമയായിട്ടാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ബ്രദേഴ്സ്, അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന നമ്മുടെ ആർട്ടിസ്റ്റുകളായിട്ടുള്ള രതീഷ് ഏട്ടൻ, അലക്സാണ്ടർ ഏട്ടൻ, ഇന്ദ്രൻസ് ഏട്ടൻ, അവിടെയൊക്കെ ഒരു വല്ലാത്ത സപ്പോർട്ട് നമ്മൾ ഈ സിനിമയ്ക്ക് പറയാൻ നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഒരു വലിയ ഹോപ്പായിരുന്നു, ഒരു വല്ലാത്ത ഹോപ്പായിരുന്നു. ദെൻ ഒരു പോയിന്റിൽ ഞങ്ങൾക്ക് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്ഷനെ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഒരു വിഷയം കിട്ടി. ഞങ്ങളൊരു ഭയങ്കര ഹാപ്പിയാണ്. ഏറ്റവും ബെസ്റ്റായിട്ട് പ്രൊഡക്ഷൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ മാക്സിമം ഈ സിനിമ ചെയ്യിച്ചു. സോ താങ്ക് യു.